അശാസ്ത്രീയ മണ്ണ് നിക്ഷേപം ഒരു പ്രദേശത്തിനാകെ ഭീഷണിയായി മാറുകയാണ്. കൊച്ചി മെട്രോ നിർമ്മാണ കമ്പനി അശാസ്ത്രീയമായി മണ്ണ് നിക്ഷേപിച്ചതോടെയാണ് എറണാകുളം തൃക്കാക്കരയിൽ മലിനജലസംഭരണി രൂപപ്പെട്ടത്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിന് പുറമെ തൊട്ടടുത്തുള്ള സഹകരണ ആശുപത്രിയിലേക്ക് മലിനജലം ഒഴുകി പ്രവർത്തനം അവതാളത്തിലാവുകയും ചെയ്തു. തൃക്കാക്കര നഗരസഭാ ഓഫീസിനും സഹകരണ ആശുപത്രിക്കും ഇടയിലുള്ള 6 ഏക്കർ വരുന്ന താഴ്ന്ന പ്രദേശത്താണ് കഴിഞ്ഞ 6 മാസമായി മെട്രോ റെയിൽ പദ്ധതിയുടെ ഭാഗമായി മണ്ണും കോൺക്രീറ്റ് മാലിന്യങ്ങളും നിക്ഷേപിച്ചു വരുന്നത്. ഇതോടെ സീപോർട്ട് എയർപോർട്ട് റോഡിനടിയിലൂടെ കടന്നുപോകുന്ന പഴയ കലുങ്ക് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇതോടെ കാക്കനാട് KBPS മാവേലിപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. അങ്ങനെയാണ് പ്രദേശത്ത് മലിനജല സംഭരണി രൂപപ്പെട്ടത്. തൊട്ടടുത്തുള്ള സഹകരണ ആശുപത്രിയുടെ ചുറ്റുമതിലിനടിയിലൂടെ ഈ മലിനജലം ഒഴുകി ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാകുന്ന സ്ഥിതിയിലുമായി. ഈ സാഹചര്യം ജില്ലാ കളക്ടറെയും ഉമാ തോമസ് MLAയും അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് തൃക്കാക്കര നഗരസഭാ പ്രതിപക്ഷ നേതാവ് CP സാജൽ പറഞ്ഞു. ഈ സീപോർട്ട് എയർപോർട്ട് റോഡ് ഒരു ജലസംഭരണി പോലെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുക. ഭാവിയിൽ ഈ തോട് കൃത്യമായ രീതിയിൽ വെള്ളം ഒഴുക്കുണ്ടായില്ല എങ്കിൽ ഈ സീപോർട്ട് എയർപോർട്ട് റോഡ് തന്നെ ഒഴുകി പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഈ ആശുപത്രിക്ക് സമീപം തന്നെ ഇത്ര വൃത്തികേടായ രീതിയിൽ വെള്ളം കെട്ടിക്കിടന്ന് സാംക്രമിക രോഗങ്ങൾ പടരുന്ന രീതിയിൽ എല്ലാ സംഭവങ്ങളും സംഭവിച്ചിട്ടും യാതൊരു രീതിയിലുള്ള ഇടപെടൽ MLAയുടെ ഭാഗത്തുനിന്നോ കളക്ടറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. കലുങ്ക് പുനഃസ്ഥാപിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കളക്ടർ KMRLന് നിർദ്ദേശം നൽകിയിട്ടും ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, രാത്രിയിൽ നിർബാധം മണ്ണടി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതരും പറഞ്ഞു. മഴക്കാലം തുടങ്ങിയിട്ടും പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാത്തതിനാൽ ആശുപത്രിയും സമീപ പ്രദേശങ്ങളും വലിയ ദുരന്തം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കൈരളി ന്യൂസ്, കൊച്ചി.